നമ്മൾ അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ എന്നുള്ള കൺസെപ്റ്റാണ് ഇന്ന് പഠിക്കാനുള്ളത്. അരിത്തമെറ്റിക് മീൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചേക്കണയാണ്. എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എ എക്സ് ബി എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്? ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഇതിനകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, അതായത് എ എക്സ് ബി ആർ 3 നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ എക്സ് ഈക്വൽ ടു മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനി എ എക്സ് ബി ആർ ഇൻ ജി പി, ആർ ഇൻ ജി പി ആണ്, ജോമെട്രി പ്രോഗ്രഷനിലാണെന്ന് വെച്ചോ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇതാണ്, എ എക്സ് ബി എന്ന് പറയുന്നത് ജോമെട്രി പ്രോഗ്രഷനിലാണെങ്കിൽ മിഡിൽ ടേം എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആയിരിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് 2 കണ്ടീഷനാണുള്ളത്. എ എക്സ് ബി എന്ന് പറയുന്ന ആർ ഇൻ ജി പി ജോമെട്രി പ്രോഗ്രഷൻ ആണെങ്കിൽ എന്തായിരിക്കും എക്സ് റൂട്ട് എ ബി ആയിരിക്കും. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ എക്സ് എന്തായിരിക്കും എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇതാണ് ജോമെട്രിക് മീൻ്റെയും അരിത്തമെറ്റിക് മീൻ്റെയും പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കിത് വെച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്നവിടെ നോക്കാം. ഫസ്റ്റ് വൺ, അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 20 ആണ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കണം 2 നമ്പറുകൾ തമ്മിലുള്ള അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 20 ആണ്. ആൻഡ് ജോമെട്രിക് മീനിനെ ജി എം എന്ന് എഴുതിയാൽ മതി. ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഈസ് 8 ആണ്. അരിത്തമെറ്റിക് മീൻ 20യും ജോമെട്രിക് മീൻ 8 ആണെങ്കിൽ ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും തന്നാൽ അത് വെച്ച് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എ എം. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എം. എ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എ എക്സ് ബി 3 നമ്പർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഏതായിരിക്കും എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ അരിത്തമെറ്റിക് മീനിനകത്ത് എ എക്സ് ബി 3 നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്താ ഇവിടെ തന്നേക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആണ്. നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് അരിത്തമെറ്റിക് മീൻ 20 തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഈ എക്സ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത് 20 തന്നേക്കണേ. അപ്പം നമുക്ക് 20 ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എ പ്ലസ് ബി എന്തായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് 20 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വരും. അപ്പം നമ്മുടെ സമ്മ് എ പ്ലസ് ബി എന്ത് കിട്ടി? നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 കിട്ടി. ഇനി നമ്മുടെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തന്നേക്കണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ എക്സ് ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് എ ബി ആണ്. ഇതാണ് നമ്മുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കണം എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 നമുക്ക് തന്നിട്ടുണ്ട്. റൂട്ട് എ ബി 8 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്തായിരിക്കും? 2നെ സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്, 2 സൈഡിൽ സ്ക്വയർ ചെയ്യണം. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ വരും. കാരണം റൂട്ട് എ ബി ദ ഹോൾ സ്ക്വയർ വേണം ഇങ്ങനെ എഴുതാം. റൂട്ട് എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി എന്ന് എഴുതാം. ഇനി 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 64 വരും. എ ബിയും കിട്ടി, എ പ്ലസ് ബിയും കിട്ടി. അപ്പം നമ്മുടെ ദെയർ ഫോർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാനുള്ള ഫോർമുല എന്താ? എ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് എ ബി ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് കോളത്തിലിടാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ്. ഇനി ചുമ്മാ കൊടുത്താൽ മാത്രം മതി. എ സ്ക്വയർ എ പ്ലസ് ബി എത്രയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ എ പ്ലസ് ബി 14 ആണ്. അപ്പോൾ 14 എക്സ് വരും പ്ലസ് പ്രോഡക്റ്റ് എത്ര കിട്ടി? എ ബി എത്ര കിട്ടിയേക്കണം? 64 ആണ്. അപ്പോൾ ഈക്വൽ ടു 0. നമുക്ക് കിട്ടിയേക്കണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 14 എക്സ് പ്ലസ് 64 വരും. ഇതിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ക്വസ്റ്റിനകത്ത് സെക്കൻഡ് എക്സാമ്പിൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആണ്. അരിത്തമെറ്റിക് മീൻ 5ഉം ജോമെട്രിക് മീൻ നമുക്ക് 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. ഇക്വേഷൻ എഴുതണം. ഇവിടെ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല. എ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബിയും എ ബി അറിയാമെങ്കിൽ നമ്മുടെ ആൻസറായി. ഇപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്.
അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഇവിടെ എത്രയും നമുക്ക് തന്നേക്കണം 5 ആണ്. നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമ്മൾ ഈ അരിത്തമെറ്റിക് മീനിന് പകരം എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. അപ്പോൾ 5 ഈക്വൽ ടു എന്ത് വരും? a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ നമ്മൾ നേരെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5 ഇൻറ്റു 2 വരും ഈക്വൽ ടു a പ്ലസ് ബി വരും. അപ്പോൾ a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. അപ്പോൾ ആദ്യത്തെ a പ്ലസ് ബി എന്ത് കിട്ടി? നമുക്ക് 10 കിട്ടി. അപ്പോൾ a പ്ലസ് ബിയുടെ വാല്യൂ ഇനി അടുത്ത കൂടെ എ ബിയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എ ബി ആണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ട് എ ബി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയും 4 തന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് എ ബി 4 ആണെങ്കിൽ എ ബി എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എ ബി ദ ഹോൾ സ്ക്വയർ കൊടുത്തു. ഇവിടെയും നമ്മൾ സ്ക്വയർ കൊടുത്തു. രണ്ട് സൈഡിലും നമ്മൾ എന്താണ്? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ സ്ക്വയർ കൊടുത്തു. റൂട്ട് എ ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ആണ് അല്ലേ? ഇവിടെ 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരും. അപ്പോൾ എ ബി എന്ത് കിട്ടി? 16 കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷനായി എ ബി ആയി, എ പ്ലസ് ബി ആയി. ഇനി ദെയർഫോർ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കണം എ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല ഇതാണ്. എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി മൈനസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 10 ആണ്. അപ്പോൾ 10x എഴുതി. ദെൻ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എത്ര? 16 ആണ്. 16 കിട്ടി ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ സ്ക്വയർ മൈനസ് 10x പ്ലസ് 16 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കണം. അരിത്തമെറ്റിക് എക്സാമ്പിൾ. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഫൈൻഡ് നമ്പേഴ്സ്, ഫൈൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എഴുതുക. ക്ലിയർ ആയല്ലോ?